ഇന്നൊരു സംഭവം കേൾക്കാം. തമിഴ്നാട്ടില് ദണ്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ പേരെന്താണെന്നറിയോ? അയാളുടെ പേരെന്താണ്, അയാൾ എന്താണ് ചെയ്തിരുന്നത്, അയാൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്, നമ്മളെല്ലാവരും കേൾക്കേണ്ട, പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ ഈ കാലയളവിൽ ഓരോ ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവരും കേൾക്കേണ്ട, കരളലിയിപ്പിക്കുന്ന, കണ്ണുനീരിറ്റിപ്പിക്കുന്ന ഒരു നടന്ന സംഭവം ഞാനൊന്ന് പറഞ്ഞു തരാം. അതൊന്നും നമുക്ക് എല്ലാവർക്കും കേട്ടാലോ? അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഹജ്ജിന് പോവാൻ തൗഫീക്ക് കിട്ടാത്ത നമ്മെ പോലെയുള്ള ആളുകൾ, അല്ലെ, നമുക്കൊന്നും ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഹജ്ജിന് പോവാൻ പറ്റിയിട്ടില്ല എങ്കിലും ഹജ്ജ് ചെയ്തത് പോലോത്ത ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു 5 കാര്യം ഇൻഷാ അല്ലാഹ് പഠിച്ചാലോ? ഹജ്ജിന് പോകാൻ കിട്ടിയിട്ടില്ല, പക്ഷെ ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന 5 ഒരുപാട് കാര്യമുണ്ട്. അതിൽ നിന്ന് ഒരു 5 കാര്യം നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറയുന്നു. അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ചെറിയൊരു സംഭവം പറയാം. തമിഴ്നാട്ടിൽ ദണ്ടുക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ അഴകപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു പള്ളി, ഒരു ജുമാഅത്ത് പള്ളി, വലിയ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ആ ജുമാഅത്ത് പള്ളിയിൽ ഒരാൾ ഒരു ദിവസം വന്നു. അയാൾ സൈക്കിളിനാണ് വന്നത്. അയാളുടെ പേര് ആളുകൾ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് ഹാജി ഖാജാബായി എന്നാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഹജ്ജിന് പോയത്? ഈ ഹാജി എന്ന പേരുണ്ടല്ലോ, എപ്പോഴാണ് ഹജ്ജിന് പോയത്? മൂപ്പര് പറഞ്ഞു, ഞാൻ ഹജ്ജിനൊന്നും പോയിട്ടില്ല, ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോകും, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആളുകൾക്ക് അത്ഭുതമായി. കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മാസത്തിലല്ല ഇയാൾ പറയുക. അയാൾ പറയുന്നത് അടുത്ത ആഴ്ച ഹജ്ജിന് പോകുമെന്നാണ്. ഹജ്ജിന് ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട്. ഒരു ഹജ്ജ് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി മൂപ്പരൊരു അരഭ്രാന്തൻ എന്നാണ് അയാൾ വിളിച്ചത്. കാരണം എപ്പോഴും ആരെ കണ്ടാലും ഇയാൾ പറയുന്നത് ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. ആളുകൾക്ക് മനസ്സിലായി മൂപ്പരത് വെറുതെ പറയുന്നത്. ആരും പിന്നെ മൈൻഡ് ചെയ്യാറില്ല. ഇയാൾ ആ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്നു, പള്ളി അടിച്ചു വാരുന്നു, പള്ളിയുടെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുന്നു, പിന്നെ ആരെങ്കിലും ഒക്കെ വന്നാൽ അവർക്ക് വേണ്ട വെള്ളം എടുത്തു കൊടുക്കുന്നു. അങ്ങനത്തെ ചില ഖിദ്മത്തുകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ ഖാജാബായി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ആരൊക്കെ വെളിയിലേക്ക് ഇറങ്ങുന്നോ എല്ലാവരുടെയും കൈ പിടിച്ചിട്ട് പറയും, ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോവാണ്, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഏത് ഗ്രൂപ്പിലാണ് പോകുന്നത്? അതൊന്നും അറിയില്ല. ഏത് ട്രാവൽസിനാ പോകുന്നത്? അതും അറിയില്ല. ഞാൻ അടുത്ത ആഴ്ച ഏതായാലും ഹജ്ജിന് പോകും. ആളുകൾ പിന്നെ മൈൻഡ് ചെയ്യുന്നത്, കാരണം എപ്പോൾ ചോദിച്ചാലും ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരാൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്നപ്പോൾ ഈ ഖാജാബായി ഇയാളെ കണ്ടു. ഇയാളെ കണ്ടിട്ട് ഇയാളുടെ കൈയും പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഹജ്ജിന് പോകും? ഗ്രൂപ്പ് എനിക്കറിയില്ല, ഞാൻ ഏതായാലും അടുത്ത ആഴ്ച ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, വിസ കിട്ടിയോ? വിസ കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ഒന്നും റെഡി ആയിട്ടില്ല. പൈസ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ മറ്റൊരു പ്രാവശ്യം ഇദ്ദേഹം തന്നെ നിസ്കരിക്കാൻ അവിടെ വന്നപ്പോൾ വീണ്ടും ഈ ഖാജാബായി ചെന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ തന്നെ മനസ്സിലായി അയാൾക്ക് നല്ല അതിയായ ആഗ്രഹമുണ്ട് ഏതായാലും ഹജ്ജിന് പോവാൻ. ഈ വന്ന ആള് തമിഴ്നാട്ടിലെ വലിയ ഒരു ഹജ്ജ് ഉംറ സർവീസ് നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ ആളാണ്, അതിന്റെ ഒരു അമീറാണ്. ഇയാൾ എന്ത് ചെയ്തു? ഈ ഖാജാബായിയോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോട്ടെ എന്ന്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇയാൾ എന്ത് ചെയ്തു? ഈ ഖാജാബായിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി പുതിയ ബാഗ്, ഡ്രസ്സ്, അതുപോലെ ഇഹ്റാമിന്റെ വസ്ത്രം എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ വിസ, പാസ്പോർട്ട് എല്ലാം ഒപ്പിച്ചു. എന്നിട്ട് ഇയാളെ കുറച്ച് സംഘത്തോടൊപ്പം ഹജ്ജിനായിട്ട് അടുത്ത വർഷം കൊണ്ടുപോയി. ഇയാൾ അത്ര നേരം എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം വസ്ത്രം ധരിച്ചതിന് ശേഷം പിന്നെ ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മൂപ്പര് ഫ്ലൈറ്റിൽ കയറി. ആരോടും ഒന്നും മിണ്ടുന്നില്ല. നേരെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ ചെന്നിട്ടും ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഇദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. അവസാനം മക്കയിലെത്തി. ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മക്കയിലെത്തി. റൂമിൽ ബാഗുകൾ വെച്ചിട്ട് നേരെ ആദ്യമായി ഒന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വരികയാണ്. നമുക്കറിയാമല്ലോ, ഹറമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ആ മത്താഫിന്റെ അവിടെ ചെന്നിട്ടാണ് നമ്മളിങ്ങനെ കഅബയിലേക്ക് നോക്കുക, അല്ലെ? ദൂരെ നിന്നേ കഅബ നോക്കിയിട്ടല്ല വരിക. അപ്പൊ എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ വരികയാണ്. അങ്ങനെ മത്താഫിലേക്ക് കടന്നു. അമീർ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ തല ഉയർത്താൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ തല ഉയർത്തി നോക്കുന്ന സമയത്ത് പരിശുദ്ധമായ കഅബ കണ്ടു. ഖാജാബായും പരിശുദ്ധമായ കഅബ കണ്ടു. കഅബ കണ്ട് ആ കണ്ണിങ്ങനെ എടുക്കാതെ ഒരുപാട് നേരം കരഞ്ഞു. നേരെ സുജൂദിലേക്ക് പോയി. ആ സുജൂദിൽ കിടന്ന് അദ്ദേഹം മരണപ്പെടുകയാണ്. ജന്നത്തുൽ മുഅല്ലയിൽ അദ്ദേഹത്തെ മറമാടപ്പെട്ടു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കയ്യിൽ പൈസയില്ല. ഇദ്ദേഹം രോഗിയാണ്. ഒരു നടുവളഞ്ഞ കാലിന് മുടന്തുള്ളൊരു രോഗിയാണ്. കയ്യിൽ ഒരു സമ്പാദ്യവും ഇല്ല. ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞ ഒരു സൈക്കിളാണ്. അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം എവിടെ എത്തി? പരിശുദ്ധമായ ഹറമിലെത്തി. ആഗ്രഹമുണ്ടോ? എനിക്ക് കഅബ കാണണം, എനിക്ക് ഹറം കാണണം, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആരുണ്ടോ? ആ ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ
അള്ളാഹു അവിടെ എത്തിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നീ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ആ പരിപാവനമായ കഅബ കാണാൻ, അവിടെ തവാഫ് ചെയ്യാൻ, സംസം വെള്ളം കുടിക്കാൻ അള്ളാഹുവെ പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോകാനും പരിശുദ്ധമായ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കൽബ് പൊട്ടി പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് ഒരു 5 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ 5 കാര്യം, 5 ഒരുപാട് കാര്യമുണ്ട്, നമ്മളിവിടെ ഒരു 5 കാര്യം പറയുകയാണ്. 5 കാര്യം നമ്മൾ ചെയ്താൽ നമുക്കും കഅബ കാണാതെ, അതുപോലെ ഹജറുൽ അസ്വദ് കാണാതെ, തവാഫ് ചെയ്യാതെ, അറഫയിൽ നിൽക്കാതെ, ജംറകളിൽ കല്ലെറിയാതെ നമുക്കും ഹജ്ജ് ചെയ്തത് പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു തരും. ഒരു 5 കാര്യം ശ്രദ്ധിച്ചാൽ മതി. വലിയൊരു മല പോലോച്ച കാര്യമൊന്നുമല്ല. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഇൻഷാ അള്ളാഹ് നമുക്കും ഹജ്ജിന്റെ അതേ പ്രതിഫലം എന്ന് പറയുന്നില്ല, ഹജ്ജ് ചെയ്തത് പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത്. അള്ളാഹു തആല അതുപോലത്തെ ഒരു പ്രതിഫലം നമുക്കും തരും ഇൻഷാ അള്ളാഹ്. നമുക്കൊന്ന് കേട്ടാലോ ഏതൊക്കെയാണ് ആ കാര്യം. ഒന്നാമതായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് ഒരു ദിവസം നബി തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ജഅൽ ഫുഖറാ, കുറച്ച് പാവപ്പെട്ട സ്വഹാബിമാർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഫഖാലു, അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയെ, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, പൈസയില്ല, പക്ഷേ ഞങ്ങളുടെ കൂടെ പൈസ ഉള്ള ആളുകൾ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, അവർ സ്വതക്കകൾ കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല നബിയെ, ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ല, ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾക്കും ആ ഒരു പ്രതിഫലം വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റാത്തത്, എന്നാൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ നമസ്കാരത്തിന് ശേഷവും, എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും എന്ത് ചെയ്യണം? 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ഇത് ഒരു വഖത്ത് നിസ്കാരത്തിനല്ല, എല്ലാ വഖത്ത് നമസ്കാരം, എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഇത് മുടങ്ങാതെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, ഇനി മുടങ്ങിപ്പോയാൽ അതവൻ ഓർത്തെടുത്തത് പറയുകയാണെങ്കിൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ എന്താ അയ്യേ ഉസ്താദ്, ഇത് ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ഇനി ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾക്കും ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമല്ലോ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ആർക്കോ വേണ്ടി ഉസ്താദ് പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞേക്കാം, അങ്ങനെയല്ല. ഒരു ഹദീസിലുണ്ടല്ലോ ഇങ്ങനെ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു, റഹ്മാനെ അല്ലാഹു എനിക്കും ആ പ്രതിഫലം തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു പ്രാവശ്യവും ബാക്കി ദിക്റുകൾ 33 പ്രാവശ്യം വെച്ച് പറയാൻ മറന്നു പോകരുത്. ഹജ്ജിന്റെ പോലോത്തൊരു പ്രതിഫലം, എത്രയോ ലക്ഷക്കണക്കിന് പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ആയുസ്സിൽ നമുക്ക് എത്രമാത്രം പ്രതിഫലങ്ങൾ നേടാൻ പറ്റും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യം മറക്കണ്ട. പിന്നെ രണ്ടാമതായി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ജമാഅത്തായിട്ടുള്ള സുന്നത്ത് നിസ്കാരം. നബി തങ്ങൾ പറയുന്നു, മൻ ഒരുവൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാള് ജമാഅത്തായി സുബ്ഹി നമസ്കാരം നിസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ ഒരാള് സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, എന്നിട്ടോ അവൻ ആ പള്ളിയിൽ തന്നെ ഇരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ. 6:05 അല്ലെങ്കിൽ 6:10 ആകുമ്പോൾ ഏകദേശം സൂര്യൻ ഉദിക്കാറുണ്ട്. ആ സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ഇരുന്നു. എന്നിട്ടോ സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞ് അവൻ 2 റക്അത്ത് ളുഹാ നമസ്കരിച്ചു. ളുഹായിന്റെ സമയത്ത് അവൻ ളുഹായും കൂടി നിസ്കരിച്ചു. എന്നാൽ അവനിക്ക് എന്ത് കിട്ടും? കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മ. ഇത് മഹാനായ ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവനിക്ക് പരിപൂർണമായ ഹജ്ജിന്റെ ഉംറയുടെ പോലോത്തൊരു പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. നമ്മളൊക്കെ സുബ്ഹി നിസ്കാരം നിസ്കരിക്കാറുള്ളവരാ. ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചു നോക്ക്, എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കുറച്ച് ദിക്റും സ്വലാത്തും പറയും, കുറച്ച് ഖുർആൻ ഓത്, എന്നിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കേ, ഈ ഇതുപോലൊരു പ്രതിഫലം കിട്ടും. മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നാണ്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടോ അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനും നിങ്ങളുടെ കൂടെ ജിഹാദിന് വരുന്നുണ്ട്, ധർമ്മസമരത്തിന് ജിഹാദ് ചെയ്യാൻ ഞാനും വരുന്നുണ്ട് നബിയെ. അപ്പോൾ നബി തങ്ങൾ
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാ ഉള്ളത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്. ആ സമയത്ത് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോ, വീട്ടിലേക്ക് പോയിട്ട് നിന്റെ ഉമ്മച്ചാക്ക് നീ ഖിദ്മത്ത് ചെയ്, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്, ഉമ്മാക്ക് വെള്ളം കൊടുക്ക്, ഭക്ഷണം കൊടുക്ക്, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്താൽ നിനക്ക് എന്ത് കിട്ടും? അന്ത ഹാജ് വ മുഅ്തമിർ വ മുജാഹിദ്. നിനക്ക് 3 കൂലിയാൻ. ഒന്ന്, നീ ഹജ്ജ് ചെയ്തവനെ പോലെയാകും, നീ ഉംറ ചെയ്തവനെ പോലെയാകും, നീ ഒരു ധർമ്മസമരം ചെയ്തവനെ പോലെയാകും. 3 കൂലിയും നിനക്ക് കിട്ടുമെന്നാണ്. എന്ത്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ, അവരെ നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിച്ചാൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, അവർക്ക് രോഗം വരുമ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ, അവർക്ക് പ്രയാസം വരുമ്പോൾ കൂടെ നിന്നാൽ ഒക്കെ ഇതുപോലത്തെ പ്രതിഫലം കിട്ടുമെന്നാണ്. യാ അല്ലാഹ്, എത്രയോ കൂലിയാ. 3-ാമത്തെ കാര്യം അതാണ്. ഇനിയോ 4-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് അവൻ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, പ്രശ്നം വന്നാൽ, സങ്കടം വന്നാൽ, ദുഃഖം വന്നാൽ, അവൻ ക്ഷമിക്കുന്നവനാണെങ്കിൽ സ്വബറു, അവർ ക്ഷമിക്കുന്നവരാണ്. അങ്ങനെ ക്ഷമിക്കുന്നവരാണെങ്കിൽ അവർക്കും കിട്ടുന്നത് ഹജ്ജ് ചെയ്ത പോലത്തൊരു പ്രതിഫലമാണ്. രോഗം വന്നാൽ ക്ഷമിക്കണം, രോഗത്തെ ശപിക്കാൻ പാടില്ല, രോഗത്തിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്, ശാപമല്ല വേണ്ടത്, ക്ഷമയാണ് വേണ്ടത്. രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, പ്രശ്നം വന്നാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനും എൻ്റെ പദവികൾ ഉയരാനും ഈ രോഗം കാരണമാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ അതിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ക്ഷമിച്ചാൽ എന്തിൻ്റെ കൂലി കിട്ടും? ഹജ്ജ് ചെയ്തവനെ പോലത്തെ കൂലി കിട്ടുമെന്നാണ്. പിന്നെയോ 5-ാമത്തെ ഒരു കാര്യം, നല്ലതുപോലെ വുളു എടുക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ വുളു എടുക്കാറുണ്ട് ഉസ്താദേ. വുളു വെറുതെ എടുക്കലല്ല, നല്ലതുപോലെ വുളു എടുക്കുക. പരിപൂർണമായ സുന്നത്തുകൾ, ആദാബുകളൊക്കെ പാലിച്ച് നമ്മൾ വുളു നല്ലതുപോലെ എടുത്താൽ അവനിക്കും കിട്ടുമെന്ത്? ഹജ്ജ് ചെയ്തതുപോലത്തെ ഒരു പ്രതിഫലം. പിന്നെയോ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലെ? ഒരാൾ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അവൻ കുടിച്ചു, വെള്ളം കുടിച്ചു, എന്നിട്ടോ അവൻ പറയുകയാണ്, എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, വെള്ളം കുടിച്ചു, എന്നിട്ട് അവൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. എനിക്ക് നീ ഭക്ഷണം തന്നു അല്ലാ, എന്നെ നീ വെള്ളം കുടിപ്പിച്ചു അല്ലാ, റബ്ബേ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്നൊരാൾ ദുആ ചെയ്താൽ അവനിക്കും കിട്ടും എന്ത്? ഹജ്ജ് ചെയ്തതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ്. മറ്റൊരു ദുആയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അതും വല്ലാത്തൊരു ദുആ. ഈ 2 ദുആ, ഒന്ന് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, രണ്ടാമത്തേത് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. വലിയ ശ്രേഷ്ഠതയാണ്. അല്ലെങ്കിലോ വെറുതെ നമുക്ക് ഇതൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് വലിയ കൂലിയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഹജ്ജിന് പോയ ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. അവരൊക്കെ അവിടെ ചെന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നമുക്കും ഉൾപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഈ വർഷത്തെ ഹജ്ജ് വലിയ സന്തോഷത്തിലും റാഹത്തിലും അല്ലാഹു ആക്കി തരുമാറാവട്ടെ. നമുക്കൊക്കെ താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സമ്പത്ത് കുറവാണ്, പക്ഷെ ആഗ്രഹമുണ്ട് റബ്ബേ. അല്ലാഹു ഞങ്ങൾക്കും ആ തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആ രക്കുന്നുണ്ട്. അല്ലാഹു ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കട്ടെ, എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തുള്ളവരായി മാറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.